വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് പെപ്പർ ലിവർ ഫ്രൈ ആണ്. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പെപ്പർ ലിവർ ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ബീഫിൻ്റെ 1/2 കിലോ ലിവറാണ് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലിവർ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വേവിച്ചെടുത്ത ലിവർ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള ഒരു വലുത്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. വെളുത്തുള്ളി ഒരു 10 എണ്ണം, പച്ചമുളക് 5 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് താളിക്കാൻ വേണ്ടത്. ഇനി മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി 2 വലിയ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ലിവർ ഫ്രൈ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരല്പം ചതച്ച കുരുമുളക് പൊടിയും നല്ല നാടൻ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് കറിക്ക് നല്ല ഫ്ലേവർ കിട്ടാനും ടേസ്റ്റ് കിട്ടാനും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ലിവർ ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.